ഉണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ 7 50ാമത്തെ എപ്പിസോഡ്. നല്ല തിളങ്ങി നിന്നോ അതോ പോരായിരുന്നോ? അതുപോലെ തന്നെ റെന എവിക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എപ്പിസോഡിൽ ഒന്നും തന്നെ ഇല്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു സ്വയം വിലയിരുത്തൽ, ആ ഒരു ടാസ്ക് കൊടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണ് ഇന്നത്തെ എപ്പിസോഡ് നടന്നത് നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷെഹിർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇത് വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ 15th സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അനുമോളുടെ ടീമും അക്ബറിന്റെ ടീമും വെച്ചുള്ള ഒരു പരിപാടി ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ അനുമോളുടെ ടീമായിരുന്നു. അത് നല്ല നൈസായിട്ട് ചെയ്തു, സമയം കുറച്ചെടുത്ത് ചെയ്തു. മറ്റേ അക്ബറിനൊക്കെ എഴുതുന്നപ്പോഴത്തേക്കും കുറെ ആയപ്പോഴത്തേക്കും അയ്യോ തീർന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നു. പക്ഷെ എനിക്ക് അനുമോളുടെ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അനുമോളുടെ ആ ഒരു ടീം ചെയ്തതെല്ലാം നല്ലതായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്വയം വിലയിരുത്തൽ, ഈ ഒരു ടാസ്ക് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അല്ല അതെന്ന് വെച്ചാൽ ആ ഒരു ടാസ്ക് എന്ന് വെച്ചാൽ എനിക്കത് ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. എന്താണ്, ഇപ്പൊ 50 ദിവസമായി. ഇനി 50 ദിവസം ഇവരുടെ മനസ്സിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം പുറത്തു കൊണ്ടുവന്ന് അവരെ അടുത്ത 50 ദിവസത്തേക്ക് വേണ്ടി ഒരു ഫ്രഷ് മൈൻഡ്, ഒരു പുതിയൊരാളെ പോലെ കയറ്റാൻ വേണ്ടിയിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോരുത്തർ അവർക്ക് സംഭവിച്ച തെറ്റുകളും അല്ലെങ്കിൽ അവർ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവരോട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് മോശമായി പോയി എന്ന് ഒരു കൺഫെഷൻ പോലെ ഒരു തുറന്നു പറച്ചില്. അപ്പോൾ അതെല്ലാം കാണിച്ച് അവരുടെ മനസ്സിലുള്ള ദേഷ്യവും വെറുപ്പും അതുപോലെ മറ്റൊരാളുടെ തോന്നുന്ന ദേഷ്യമൊക്കെ എല്ലാം മാറ്റി ഒരു ഫ്രഷ് മൈൻഡ് ആക്കിയിട്ട് അടുത്ത 50 ദിവസത്തേക്ക് കയറ്റുന്ന ഒരു ഇതായിട്ട് പോലെ തോന്നി. അതെനിക്ക് നന്നായിട്ട് തോന്നി. കാരണം ഇനി അടുത്തൊരു 50 ദിവസം ഇനി ഒരു കാര്യങ്ങൾ മാറ്റിയിട്ട് പുതിയൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ആയിട്ട് എനിക്ക് തോന്നി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അനീഷ ആണെങ്കിൽ അനീഷ ഞാൻ നുണ പറഞ്ഞിട്ടില്ല, ഞാൻ വന്ന മുതൽ തന്നെ ഞാൻ നുണ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പറഞ്ഞു. അതെനിക്ക് ഷാനവാസ് പറഞ്ഞതെന്ന് വെച്ചാലും ഞാൻ നെവിനെ പറ്റിയ ദേഷ്യത്തിൽ പറഞ്ഞതൊക്കെയാണ്, അതറിയാതെ പറ്റിയതാണ്, ഞാൻ അങ്ങനെയൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല എന്ന് പറഞ്ഞു. അപ്പൊ നെവിൻ ഈ ഷാനവാസിനോട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലേ? ഷാനവാസ് പറയുന്നത് ഞാൻ ദേഷ്യത്തിന് നെവിനെ പറ്റി അങ്ങനെ പറഞ്ഞതാണ്, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നെവിൻ ഷാനവാസ് ആ ദേഷ്യത്തിൽ പറഞ്ഞതാണോ അല്ലെങ്കിൽ നെവിൻ അങ്ങനെ ചെയ്തിട്ടില്ലേ അറിയില്ല. അപ്പൊ എനിക്ക് അങ്ങനെ പറയുന്നതായിട്ട് തോന്നി. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ നോമിനേഷനുള്ളവരോടൊന്ന് മാറി ഇരിക്കാൻ പറയുന്നു. മാറി ഇരുന്നിട്ട് ബ്രേക്കിന് പോയി തിരിച്ചു വരുന്നു. എന്നിട്ട് ഈ നോമിനേഷനുള്ള ബാക്കി എല്ലാവരും നോമിനേഷനിലുള്ളവർ നമ്മുടെ പുറത്ത് നിൽക്കാൻ പറയുന്നുണ്ട്. അതില് ഒരു സ്ക്രാച്ച്, ലാലട്ടന് ഒരു നമ്പർ പറയും. ആ നമ്പർ ഏത് സ്ക്രാച്ചിലാണ് നിൽക്കുക. ഇപ്പൊ ഒരു ലാലട്ടനെ പറയുന്ന നമ്പർ 1. ആ 1 ഇവരുടെ ആ ഒരു കോയിൻ ഉണ്ടാവും. ആ കോയിനിൽ 1 എന്നൊരു നമ്പർ ഉണ്ടാവും. അതൊരു സ്ക്രാച്ച് ചെയ്യാനുണ്ടാവും. ആ സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതില് ആരുടെ പേരാണ് സേവ്ഡ് ആയത് അവർക്ക് പൂമാലിട്ട് കൊടുക്കാം. സേവ് ആയ ആൾക്കാർക്ക് പൂമാലിട്ട് കൊടുക്കാം. അങ്ങനെ ആര്യൻ അതിനു മുൻപ് ഒരു സംഭവം ഉണ്ട്. നോമിനേഷന് മുൻപ് ഇവിടെ നോമിനേഷൻ ഉള്ളവർ വെച്ചിട്ട് അവർ ആരെയൊക്കെ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മിനിറ്റ്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നോമിനേഷൻ ഉള്ളവരെ അവരുടെ ഉള്ളവരോട് ഇങ്ങനെയാണ്. അപ്പൊ ആര്യന്റെ ഓഫ്കോഴ്സ് ആര്യൻ ജിസേലിനെ പറയും. ആര്യൻ ജിസേലിനെ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട്, ജിസേൽ നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഷാനവാസ് ആണെങ്കിൽ അനീഷിനെ പറ്റി പറയുന്നുണ്ട്, റെന ജിസേലിനെ പറ്റി പറയുന്നുണ്ട്, ആദില അനുമോളിനെ പറ്റി പറയുന്നുണ്ട്. ഇത്രയും കാണിച്ചുള്ളൂ. പിന്നെ ബ്രേക്കിന് പോയി തിരിച്ചു വരുന്ന ലാലട്ടനാണ്. ഇപ്പോഴാണ് ഈ ഒരു നോമിനേഷൻ ടൈം നടക്കുന്നത്. ഇതിനിടയ്ക്ക് ലാലട്ടൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആ കാര്യം ഞാൻ പറയാം. ലാലട്ടൻ പ്രശ്നം ഉണ്ടാവുന്ന വെച്ചാൽ അത് പറയാം. ആദ്യം അനുമോള് പോകുന്നു, അനുമോള് ഒരു നമ്പർ എടുക്കുന്നു, ആര്യനെ സേവ് ആക്കുന്നു. രണ്ടാമത് അനീഷ് പോയിട്ട് ഷാനവാസിനെ തന്നെ സേവ് ആക്കുന്നുണ്ട്, ജിഷൻ സാബുമാനെ സേവ് ആക്കുന്നുണ്ട്, അഭിലാഷ് ആദിനെ സേവ് ആക്കുന്നുണ്ട്. അപ്പോൾ നൂറക്ക് ഭയങ്കര സന്തോഷമായി. നൂറക്കും അനുമോളും സന്തോഷമായി. അവര് ലിവിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ പുറത്ത് എല്ലാവരും ഇവിടെ ആദ്യം സേവ് ആയതിന് കെട്ടിപ്പിടിച്ച എല്ലാവരും ഇവിടെ പോയി. അപ്പൊ ലാലട്ട് ചോദിക്കുകയാണ്, നിങ്ങളോട് ആരും അങ്ങോട്ട് പോകാൻ പറഞ്ഞത്? നിങ്ങളോട് പോകാൻ പറഞ്ഞില്ലല്ലോ, ഇവിടെ ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നാല് അതാ പിന്നെ നിങ്ങളോട് ഈ ഷോ നടത്തുക എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോകുന്നുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ദേഷ്യപ്പെട്ട് പോകുന്നത്. പിന്നെ ലാലേട്ടൻ സ്ക്രീനിൽ വരുന്നതേ ഇല്ല. അപ്പോൾ ഇതാണ് ശരി. ഈ ഒരു ഇഷ്യൂ ആണ്. ആദ്യം സേവ് ആയപ്പോൾ നൂറയും അനുമോളും അതിന് കെട്ടിപ്പിടിച്ച്
പുറത്തേക്ക് വന്നു. അപ്പൊ ലാലേട്ടൻ ഇഷ്ടപ്പെട്ടു. കാരണം ലാലേട്ടൻ പറഞ്ഞായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങളോട് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു. എനിക്കിത് കണ്ടിട്ട് എനിക്ക് തോന്നിയപ്പോ ഈ ആഴ്ച ഒന്നും ചോദിക്കാനില്ലാത്തത് കൊണ്ട് ചോദിച്ചതായിട്ട് എനിക്ക് തോന്നി. അല്ല, ചോദിച്ചതായിട്ടല്ല, ഒരു കണ്ടന്റും ഇല്ലല്ലോ ഈ ആഴ്ച ചോദിക്കാൻ. അപ്പം ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നി ഇത്. അപ്പോൾ ലാലേട്ടൻ ദേഷ്യപ്പെട്ടു പോയി. പിന്നെ സ്ക്രീനിൽ കാണിക്കുന്നില്ല. ബിഗ് ബോസ് അങ്ങനെ നടത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോകുന്നുണ്ട്. അങ്ങനെ അക്ബർ ലക്ഷ്മിയെ സേവ് ആക്കുന്നുണ്ട്. റെന ഫാത്തിമ എവിക്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ റെന ഇവിടെ വരുന്നുണ്ട്, സ്റ്റേജിൽ വരുന്നത്. അപ്പോഴത്തേക്ക് ലാലേട്ടൻ വരുന്നുണ്ട്. പക്ഷെ വീട്ടുകാരെ കാണുന്നില്ല കേട്ടോ, വീട്ടുകാരെ ഒന്നും കാണുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് റെനയുടെ ഇത് കാണിക്കുന്നുണ്ട്. ആ ഒരു 50 ദിവസത്തെ ഒരു വീഡിയോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര സമയം എടുത്തിട്ട് ഓരോ ഇമോഷൻ, കരയുന്നത്, ഹാപ്പി ആയിട്ടിരിക്കും, ദേഷ്യപ്പെടുന്നത്, റെനയിൽ നിന്നെല്ലാം ഞാൻ കണ്ടു. എനിക്ക് കണ്ടപ്പോൾ റെന ഇത്രയും ഇത് കാണിച്ചിട്ടും നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ റെന പാവമായിട്ട് എനിക്ക് തോന്നി. റെന എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു ജെനുവിൻ ക്യാരക്ടറായിരുന്നു. സേഫ് ഗെയിം കളിക്കാതെ എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളാണ് റെന. ഇനി ഒരുപാട് മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ റെന എവിക്റ്റ് ആയിട്ടുണ്ട്. അടുത്ത ആഴ്ചത്തെ ഒരു ടാസ്കിനെ പറ്റി പറയുന്നത്, വീണ്ടും ഒരു ഫാക്ടറി വരുന്നുണ്ട്, ബോട്ടിൽ ഫാക്ടറി. അറിയില്ല ഇത് എങ്ങനെ പോകുമെന്ന്. ബോട്ടിൽ നിന്നാണോ പറഞ്ഞത്, ബോട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു. ബോട്ടിൽ ഫാക്ടറി. ഈ ഫാക്ടറി കണ്ട് എനിക്ക് മടുത്ത്. സത്യം പറഞ്ഞ ഫാക്ടറി അവലംബാണ് ശരിക്കും പറഞ്ഞാല്. ഇവരെ ഫിസിക്കൽ ടാസ്ക് എല്ലാം കൊടുക്ക്. ഇപ്പോ എറിഞ്ഞു വന്നിട്ട് പിടിക്കുന്നതും അതൊക്കെ എല്ലാം കൊടുക്കുക. അതൊക്കെയാണെങ്കിൽ നമുക്ക് കണ്ടുകിരിക്കാനായിട്ടൊരു ഒരു ഫൈറ്റ് അടിക്കുന്നല്ലേ, ഇതൊക്കെ നമുക്ക് വരും. അപ്പൊ അതൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഫിസിക്കൽ ടാസ്ക് കൂടുതൽ കൊടുക്കുക. നമ്മുടെ ഈ സീസണിൽ ഫിസിക്കൽ ടാസ്ക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായില്ല അല്ലെ. ഫിസിക്കൽ ടാസ്ക് എനിക്ക് ഉണ്ടായെന്ന് തോന്നുന്നില്ല, അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അടുത്തൊരു വീഡിയോയും വിശേഷമൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പൊ അതുവരേക്കും ബൈ.